നടപടി നിശ്ചയമായും വേണം. കാരണം വെച്ചാൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഈ ശേഖർ കുമാർ യാദവ് ഒരു വലിയ കളങ്കമാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത്. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം രാജ്യത്ത് ജുഡീഷ്യറിയാണ്. അവരെ ഭരണഘടനയുടെ കാവലാളുകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ആ ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്താവനയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ശേഖർ കുമാർ യാദവ് പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വേദിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത്? വിശ്വ ഹിന്ദു പരിഷത്താണ് ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്ന പ്രസ്ഥാനമെന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിൽ നിന്നാണ് പിന്നെ BJP ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് രാമജന്മഭൂമി മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. 1980 തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ട കമ്മിറ്റികൾ നിയോഗിക്കുകയും ചെയ്തിരുന്നു. 1980 BJP ഉണ്ടാകുന്നത്. പിന്നീട് BJP ആണ് പിൽക്കാലത്ത് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. ആ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വേദിയിൽ വെച്ചിട്ടാണ് ഈ രാജ്യം പ്രവർത്തിക്കേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കണമെന്ന് ഒരു സംസ്ഥാന ഹൈക്കോടതി ജഡ്ജി പറയുന്നത്. അത് നിശ്ചയമായും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക്, മൗലിക ആശയങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു നിലപാടാണ്. ഒരു ജഡ്ജിയും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയും അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ വേദി എന്ന് പറയുന്നത് ആ കോർട്ടിൻ്റെ പ്രമൈസസിലാണ് കേട്ടോ. ഹൈക്കോടതി വളപ്പിലെ ഒരു കോൺഫറൻസ് ഹാളിലാണ് ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നിയമവേദി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ വിശ്വ ഹിന്ദു പരിഷത്തിന് ഒരു കോംപ്രമൈസസിലെ കോൺഫറൻസ് ഹാളിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ ഇതും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമ്പൂർണ്ണ പിന്തുണ ഈ പറയുന്ന ശേഖർ കുമാർ യാദവിന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ഈ വിദ്വാൻ 2021 ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അന്ന് കൗസ്ലോട്ടറുമായിട്ട് ബന്ധപ്പെട്ട്, ഗോവധവുമായി ബന്ധപ്പെട്ട് ഒരു മുസൽമാനെ പ്രതിയാക്കിക്കൊണ്ട് കോടതിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജാമ്യാപേക്ഷയിന്മേൽ ഇദ്ദേഹം ജാമ്യം നിഷേധിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് പശുക്കൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്നാണ്, എക്സൈൽ ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർ വിശ്വസിക്കുന്നു എന്നാണ്. എന്ന് മാത്രവുമല്ല, പശുക്കളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും ഈ പശു എന്ന് പറയുന്നത് പശുവിൻ്റെ ഈ ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന പഞ്ചഗവ്യം മാറാരോഗങ്ങൾക്ക് വരെ ഒറ്റമൂലിയാണെന്നും അദ്ദേഹം വിധിപ്പകർപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വിധിപ്പകർപ്പാണെന്ന് ആലോചിക്കണം. എന്ന് മാത്രവുമല്ല, ജബ് ഗായ് കാ കല്യാൺ ഹോഗ തഭി ദേശ് കാ കല്യാൺ ഹോഗ എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ പിന്നെ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കണം, എന്താണ് അവർ പ്രോസ്പറസ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആ വിധിപ്പകർപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശവുമുണ്ട് ദേശീയ സർക്കാരിന്. രാജ്യത്തിൻ്റെ ദേശീയ മൃഗമായിട്ട് പശുവിനെ പ്രഖ്യാപിക്കണമെന്ന് കൂടി ഇദ്ദേഹം 2021 ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം ഇതാണ്. ഈ അർത്ഥത്തിൽ ഒരു ജഡ്ജി പെരുമാറുക എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റാണ്, അക്ഷന്തവ്യമായ കുറ്റമാണ്. അതുകൊണ്ട് കൃത്യമായ നടപടി ഈ കാര്യത്തിൽ വേണം. കാരണം ഭരണഘടന അനുശാസിക്കുന്ന മൗലിക തത്വങ്ങളായിട്ടുള്ള തുല്യത, നിഷ്പക്ഷത, മതസൗഹാർദ്ദം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്കൊക്കെ എതിരായിട്ട് ഈ നിഷ്പക്ഷമായ ജുഡീഷ്യറിയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാൾ വന്നിട്ട് പക്ഷപാതപരമായ പ്രസ്താവനകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഇന്ത്യൻ മതേതരത്വത്തിന് ഭൂഷണമല്ല, ഇന്ത്യൻ ഭരണഘടന അതിനെ അംഗീകരിക്കുന്നുമില്ല. ഇനിയിപ്പോൾ കൊളീജിയം വിളിച്ചിട്ട് വളരെ ശക്തമായൊരു നടപടി എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ അറിയാമോ? ഓഗസ്റ്റ് 28 കർണാടകത്തിലെ ഒരു ജഡ്ജി ജസ്റ്റിസ് ശ്രീശാന്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഓപ്പൺ കോർട്ടിലാണ് പ്രസ്താവന നടത്തിയത്. എന്താണെന്നറിയോ? ബാംഗ്ലൂരിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മുസ്ലിങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ അദ്ദേഹം വിളിച്ചത് എന്താ പറയുക, പാകിസ്ഥാൻ എന്നാണ് വിളിച്ചത്. അതൊരു ഓപ്പൺ കോർട്ടിലാണ് ഈ ജഡ്ജി അങ്ങനെ വിളിച്ചത്. എന്താ സംഭവിച്ചത്? കൊളീജിയം വിളിച്ചു വരുത്തിയതിനു ശേഷം ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പോന്നു. അത്തരത്തിലൊരു മാപ്പപേക്ഷയിൽ അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല ഈ കാര്യം എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇംപീച്ച് ചെയ്യാനായിട്ട് എത്രത്തോളം സാധ്യമാവും? ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് കൊടുത്താൽ എന്താ ചെയ്യുക? ഇംപീച്ച്മെൻറ്റിന് മുമ്പായിട്ട്, അത് സഭയിൽ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് എൻക്വയറി കമ്മീഷനെ വെക്കും. ആ എൻക്വയറി കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ ആ എൻക്വയറി കമ്മീഷൻ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം മാത്രമാണ് സഭ അത് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുകയും പിന്നീട് അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയും പ്രസിഡന്റ് അദ്ദേഹത്തെ ഈ പറയുന്ന ജുഡീഷ്യൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുക. ഞാൻ വിചാരിക്കുന്നില്ല ഈ എൻക്വയറി കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞാൽ ആ എൻക്വയറി കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കിയേ, സമ്പലിലെ പ്രശ്നം എന്താ? സമ്പലിൽ ഒരു മോസ്കിൻ്റെ താഴെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പെറ്റീഷനുമായിട്ട് ചെല്ലുകയാണ് കോടതിയിലേക്ക്. ഒരു ലോവർ കോർട്ടാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ലോവർ കോർട്ട് എന്താ ചെയ്യുന്നത് അറിയാം? ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് വേഗത്തിൽ അവിടെ സർവേ നടത്തുകയാണ്. എന്തൊരു തിടുക്കമാണെന്ന് നോക്കൂ. എന്നിട്ട് ഈ സർവേ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നു. അവിടെ എന്താ സംഭവിച്ചു? ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. 5 പേര് മരിച്ചു കഴിഞ്ഞു ഇതിനോടകം. എത്ര മോശപ്പെട്ടൊരു സാഹചര്യമാണ്. ഇങ്ങനെയാണ് ഒരു ലോവർ കോർട്ട് പെരുമാറുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നിങ്ങളാരും ഒരു കാര്യവും ഇക്കാര്യത്തിൽ വിധി പറയേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം പെറ്റീഷനുകൾ പരിഗണിക്കേണ്ട എന്ന് സുപ്രീം കോടതിക്ക് ഒരു വിധി പ്രസ്താവം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഉത്തർപ്രദേശിലെ ലോവർ
ലോവർ കോർട്ടുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് ഉത്തർപ്രദേശിൻ്റെ മാത്രം സവിശേഷത അല്ലെന്നേ. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിനകത്ത് നമ്മൾ കണ്ടതല്ലേ, എത്ര കോടതികളിലാണ് അയാൾ കയറി ഇറങ്ങിയതൊരു എന്താ പറയുക, ഇത് അദ്ദേഹത്തിൻ്റെ ഈ പാർലമെൻറ്റിലെ ഇത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് എത്ര കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നു. അവസാനം സുപ്രീം കോടതി പോയിട്ടാണ് അതൊരു സ്റ്റേ സംഘടിപ്പിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം നിലനിർത്തിയത്. ഈ ഗുജറാത്തിലെ കോടതികളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വിധി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ഗുജറാത്ത് കോടതിയുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നിരുന്നു. ഉത്തർപ്രദേശിലെ കോടതിയെയും ഗുജറാത്തിലെ കോടതിയും ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയത്തിന് നിലനിൽക്കുന്നത് എന്ന് മാത്രവുമല്ലല്ലോ, ജസ്റ്റിസ് ചലമേശ്വർ, രഞ്ജൻ ഗൊഗോയി, മധുർ ലോക്കർ, കുര്യൻ ജോസഫ്, ഇങ്ങനെ 4 ജഡ്ജിമാർ 2018 സുപ്രീം കോടതിയുടെ വാതിക്കൽ നിരന്നിരുന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയായിരുന്നല്ലോ. എന്തായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൻ്റെ കാര്യം? ഇന്ത്യൻ ജുഡീഷ്യറി അപകടത്തിലേക്ക് പോകുന്നു എന്നാണ്. അവരന്ന് വാർത്താ സമ്മേളനം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ 4 ജസ്റ്റിസുമാരാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചിട്ട് വാർത്താലേഖകരെ കണ്ടിട്ട് പറഞ്ഞത് ഇന്ത്യൻ ഡെമോക്രസി അപകടത്തിലാണ്, ഇന്ത്യൻ ജുഡീഷ്യറി അപകടത്തിലാണ്. അന്ന് വാർത്താമാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുന്നുണ്ട്, അന്ന് ദീപക് മിശ്രയാണ് കേട്ടോ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യമാണ്. അപ്പം ലെറ്റ് ദ നേഷൻ ഡിസൈഡ് എന്നാണ് പറഞ്ഞത്. രാജ്യം തീരുമാനിക്കട്ടെ ഈ ദീപക് മിശ്ര എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. 4 ജസ്റ്റിസുമാർ പറഞ്ഞ കാര്യമാണ്. എന്താ കാര്യം അവർ പറയാൻ കാരണം? എന്താ, പല കേസുകളും പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ സെലക്റ്റീവായ ബെഞ്ചുകളിലേക്ക് വിടുന്നു, വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളുടെ ബെഞ്ചിലേക്ക് വിടുന്നു. ആ രീതിയിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചത് 4 ജസ്റ്റിസുമാരാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റിസുമാരാണ്. ജസ്റ്റിസ് ലോയ വധകവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? അമിത്ഷായുമായി ബന്ധപ്പെട്ടൊരു മർഡർ കേസല്ലേ? ആ മർഡർ കേസ് വിചാരണ ചെയ്ത ജഡ്ജിയല്ലേ ജസ്റ്റിസ് ലോയ എന്ന് പറയുന്നത്? അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആക്ഷേപം എന്ന് പറയുന്നത്. 100 കോടി രൂപ ബ്രൈബ് ഓഫർ ചെയ്തു എന്നാണ് പറയുന്നത്, BJPക്ക് അനുകൂലമായിട്ടൊരു വിധി പറയാനായിട്ട്. നാഗ്പൂരിൽ വെച്ച് 2014 അദ്ദേഹം കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അടുത്ത ഏതാനും വീക്കുകൾക്കുള്ളിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമിത്ഷാ ഡിസ്ചാർജ് ചെയ്യപ്പെടും ആ കേസിൽ നിന്ന്. ആ കുടുംബത്തിന് പരാതിയുണ്ട്. ആ കുടുംബം പറയുന്നത് ഇപ്പോഴും അത് അൺനാച്ചുറൽ ഡെത്ത് ആണെന്നാണ്. ആ പരാതി ഇപ്പോഴും ഇന്ത്യൻ നിയമത്തിന് മുമ്പിലുണ്ട്, ഇന്ത്യൻ കോടതികൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ കോടതികൾ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ജഡ്ജി വന്നിട്ട് പറയുന്നത്, ഈ പറയുന്ന രാജ്യത്തെ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണ് ഈ രാജ്യം പ്രവർത്തിക്കുക. ഈ ലോ എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ ലോയാണ്. ഇത്തരത്തിൽ എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ ഹിംസാവാദികളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ആ അർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ ഹിംസയുടെ വക്താക്കളാക്കി മാറ്റുക, അവരെന്ന് പറയുന്ന ഈ ദേശത്തിന് ഭീഷണിയാണെന്ന് വരുത്തി തീർക്കുക, അവർ ഈ ദേശത്തിന് കൊള്ളാത്തവരാണെന്ന് വരുത്തി തീർക്കുക, അതൊക്കെ പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായൊരു കാര്യമാണ്. ഇതൊട്ടും ലളിതമായൊരു കാര്യമല്ല. എനിക്കറിയില്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കാര്യത്തിൽ ഒരു ഇംപീച്ച്മെൻറ്റിലേക്ക് പോകും. കഴിഞ്ഞ 7 തവണ ഇംപീച്ച്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 തവണയിൽ 2 തവണ മാത്രം ജഡ്ജിമാർ രാജിവെച്ചങ്ങ് പോയി. ബാക്കി 5 തവണയും ഇംപീച്ച്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൊളീജിയത്തിന് ശക്തമായ നടപടിയെടുക്കാൻ കഴിയും. കൊളീജിയം എത്തരത്തിലുള്ള ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ 2023 മണിപ്പൂരിൽ ഈ മണിപ്പൂർ കലാപത്തിന് ആസ്പദമായൊരു വിധി പ്രസ്താവിച്ച KV മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിയുണ്ട്. KV മുരളീധരനെ സുപ്രീം കോടതി കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അത്തരത്തിൽ സ്ഥലം മാറ്റം നടത്തിയിട്ടുള്ള പതിവുകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ചില സ്ഥലമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്, ചില ആളുകൾക്ക് ജുഡീഷ്യൽ വർക്ക് അലോക്കേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ശക്തമായ നടപടികൾ കൊളീജിയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊളീജിയത്തിൽ വിശ്വസിക്കാം. പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്ത് തലയൂരാനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാപ്പപേക്ഷ നൽകി അവസാനിപ്പിക്കാവുന്ന ഒരു കേസല്ല. ഞാൻ ഈ പറഞ്ഞ നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഓപ്പൺ കോർട്ടിലൊരു ജഡ്ജി മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പാകിസ്ഥാനിൽ വിളിച്ചപ്പോൾ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്ത് തലയൂരി പോകുന്നത് പോലെ ഈ പറയുന്ന ശേഖർ കുമാർ യാദവിൻ്റെ കേസ് അത്ര ലളിതമായൊരു കേസല്ല. അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടന ഉന്നയിക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന മൗലിക തത്വങ്ങളുടെ മൗലിക ആശയങ്ങളുടെ ലംഘനമാണ്. അതിനൊരു ഹൈക്കോടതി പോലെ ഉയർന്ന കോടതിയിലെ ജഡ്ജി വന്ന് പരസ്യമായി ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും ഹിന്ദുത്വയ്ക്ക് വേണ്ടിയിട്ടും മെജോറിറ്റേറിയൻസിന് വേണ്ടിയിട്ടും വാദിക്കുകയും പറയുകയും ചെയ്യുന്ന, അതും വിശ്വ ഹിന്ദു പരിഷത്ത് പോലൊരു പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ പോയി എന്ന് സംസാരിക്കുന്നത് ഒട്ടും തന്നെ നല്ല കാര്യമല്ല. നമുക്ക് നിഷ്പക്ഷമായ നീതി വേണമല്ലോ. അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ലല്ലോ. നിങ്ങൾ BJP ആയിക്കോളൂ, നിങ്ങൾ കോൺഗ്രസ് ആയിക്കോളൂ, നിങ്ങൾ CPM ആയിക്കോളൂ, നിങ്ങൾ സമാജ്വാദി പാർട്ടി ആയിക്കോളൂ, നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കോളൂ, നിങ്ങളൊരു കേസുമായി കോടതിയിൽ പോയാൽ നിങ്ങളൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷമായി എനിക്ക് നീതി കിട്ടണം എന്നാണ്. നിഷ്പക്ഷമായി നീതി കിട്ടണമെങ്കിൽ ആ നീതിപീഠത്തിലിരിക്കുന്ന ആളുകൾ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമുക്ക് നിഷ്പക്ഷമായി നീതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് നീതിയുടെ പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെയും സമത്വത്തിൻ്റെയും തുല്യതയുടെയും പ്രശ്നമാണ്. അതിനെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങളും പ്രവണതകളും ഒരു കാരണവശാലും ജുഡീഷ്യറിൽ അനുവദിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായാൽ അത് മുളയിലേ നുള്ളണം. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നു. ആ പ്രവണത പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജുഡീഷ്യൽ ആക്ടിവിറ്റി ഒന്നും തന്നെ അലോക്കേറ്റ് ചെയ്യാതെ എങ്ങോട്ടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. അതുമല്ലെങ്കിൽ കടുത്ത നടപടി തന്നെ വേണം ഇക്കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യറിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കൊളീജിയത്തിന് കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിശ്ചയമായും പാർലമെൻറ്റിന് അത് കഴിയും. പാർലമെൻറ്റ് ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ്
എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തീരാത്ത കളങ്കമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.